KFC മക്ടി പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഏറ്റവും ഹെൽത്തി ഫുഡ് ഏതാണോ അത് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണോ അതൊരു അവാർഡ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബെസ്റ്റ് ഹെൽത്തി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് അവാർഡ്. സോ ആദ്യം നമുക്ക് KFCയുടെ ബെസ്റ്റ് ഹെൽത്തി ഫുഡ് ഏതാണെന്ന് നോക്കാം. അവിടെ ചെന്നിട്ട് ഹെൽത്തി ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് ഞെട്ടി. കാരണം അവിടെ ഉള്ള ഫുഡ് മിക്കതും കലോറി ഡെൻസും ആണ്, ഓയിൽ ഫ്രൈഡും ആണ്. പക്ഷെ അവിടെ വെച്ചുള്ളതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ഇതാണെന്ന് പറഞ്ഞ് പുള്ളി എനിക്കൊരു ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് തന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ KFCയുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ട്രൈ ചെയ്യാം. ഇതാണ് നമ്മുടെ സ്മോക്കി ചിക്കൻ. ഇതിനകത്ത് പറഞ്ഞേക്കുന്നവർ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, മാത്രമല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. ടേസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. നമ്മൾ ഇതിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് ടേസ്റ്റിന്റെ ബേസിസിലായിരിക്കും, രണ്ട് അത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളതിന്റെ ബേസിസിൽ, മൂന്ന് അതിന്റെ പ്രൈസ് അനുസരിച്ച്. സോ ആദ്യം നമ്മൾ ടേസ്റ്റിന്റെ കാര്യത്തിൽ റേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് KFCക്ക് ഒരു 3 കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്ന കാര്യത്തിന്. ഹെൽത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് ഓയിൽ ചേർക്കാത്ത സ്മോക്കി ഗ്രിൽഡ് ചിക്കൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ചും ആണ്. അതുകൊണ്ട് നമുക്കൊരു 4 കൊടുക്കാം. കാര്യം വെച്ചാൽ ഓയിലില്ല. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 325 രൂപ. കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. അപ്പൊ നമുക്കൊരു 3.5 കൊടുക്കാം. അങ്ങനെ 10.5 റേറ്റിംഗ് ആണ് KFC കിട്ടിയത്. അങ്ങനെ KFCയുടെ കയ്യിലാണ് ഇപ്പൊ അവാർഡ് ഇരിക്കുന്നത്. അടുത്തത് നമ്മുടെ മെക്ഡൊണാൾഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈവ് ത്രൂടെ കയറുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറയണ്ടേ, എന്തുവാ പറയണ്ടതെന്ന്. തന്തയ്ക്ക് പറയായിരുന്നു അതായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് മെക്ഡിലുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം വേണം. ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ തന്നെ ഫാറ്റ് വരുന്നത് മഹാരാജ ഉണ്ട്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എടുത്തോ, ബ്രോ സെലക്ട് ചെയ്തോ. ചിക്കൻ മാറ്റ് എടുക്കാം. മഹാരാജ എടുക്കാം. ഓക്കെ ഓക്കെ. പ്രോട്ടീൻ പ്ലേറ്റ് ആഡ് ചെയ്യണോ? ആഡ് ചെയ്തോ. മഹാരാജ മാക് ചിക്കൻ ബർഗർ. ഇതാണ് മെക്ഡിയിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം. ഇത് കഴിച്ചു നോക്കാം. അപ്പൊ ഈ ബർഗറിന്റെ ടേസ്റ്റ് അത്യാവശ്യം കൊള്ളാം. പക്ഷെ KFC വെച്ച് നോക്കുവാണെങ്കിൽ KFCയുടെ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ടേസ്റ്റ് വൈസ് ഒരു 2.5 കൊടുക്കാം. എത്രത്തോളം ഹെൽത്തിയാന്ന് നോക്കുവാണെങ്കിൽ ഐറ്റം ഈ 2 ചിക്കൻ ഇത് വെച്ചേക്കുന്നതും ചിക്കൻ ലൈസ് വെച്ചേക്കുന്നതും ഫ്രൈഡ് ആണ്. അതുപോലെ തന്നെ ബണ്ണുണ്ട്, ഉണ്ട്. എന്നാലും കലോറി കൂടുതലായതുകൊണ്ട് നമുക്ക് ഇത് കുറച്ചും കൂടെ അൺഹെൽത്തി ആയിട്ട് പ്രിഫർ ചെയ്യാം. അപ്പൊ നമുക്ക് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത് അതും ഒരു 2.5 മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ 5 ആയി. ഇനി നമ്മുടെ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് 241 രൂപയാവുന്നുള്ളൂ. 241 രൂപയാവുന്നുള്ളൂ. അതായത് പ്രൈസ് അഫോർഡബിൾ ആണ്. പ്രൈസിന്റെ കാര്യത്തിൽ നമുക്കൊരു 4 കൊടുക്കാൻ പറ്റും. കാരണം 249 ഭയങ്കര വിലക്കുറവാണ്. അങ്ങനെ മക്ടിക്ക് 9 പോയിന്റ്സ് കിട്ടി. പക്ഷെ KFC തോപ്പിക്കാനായില്ല. KFC ഇപ്പോഴും അവാർഡും പിടിച്ചോണ്ടിരിക്കുക. ഇനി ആർക്ക് KFCയുടെ കയ്യിൽ നിന്ന് അവാർഡ് തട്ടിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. അടുത്തത് ചിക്കിങ്ങിലായിരുന്നു ഞാൻ പോയിരുന്നത്. അവിടെ ചെന്ന് ഹെൽത്തി ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ചെന്ന് മാനേജറിനൊക്കെ ചോദിച്ച് അവിടുത്തെ ഏറ്റവും ഹെൽത്തി ഫുഡ് ഗ്രിൽഡ് ചിക്കൻ ആണെന്ന് മനസ്സിലാക്കി അത് സെറ്റാക്കി എനിക്ക് തന്നിട്ടുണ്ട്. ഇതാണോ ഗ്രിൽഡ് ചിക്കൻ? ഇത് ചിക്കൻ നഗറ്റ് ആണോ? ഇതെന്തോ കോഴിക്കുഞ്ഞ. ഇതാണ് അവരുടെ ഹെൽത്തി ഗ്രിൽഡ് ചിക്കൻ. നല്ല ഓയിലി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2.5 ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 2 കൊടുക്കാം. എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് കേട്ടോ. പിന്നെ ഹെൽത്തിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി അല്ല. അപ്പൊ നമുക്കൊരു 3.5 കൊടുക്കേണ്ടി വരും. പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ഇപ്പം 4 ചിക്കൻ പീസാ ഉള്ളത്. 4 ചിക്കൻ പീസ്, അതും ലെഗ് പീസാ ഉള്ളത്. ചെറുതാണ്. ഞാൻ ആദ്യം തുറന്നപ്പോ കോഴിക്കുഞ്ഞിനെ വറുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചത്. സോ അതുകൊണ്ട് പ്രൈസ് കൂടെ നോക്കണം. പ്രൈസ് നോക്കുമ്പോൾ 439 രൂപ 4 ലെഗ് പീസിന്. അതിനൊരു 2.5 കൊടുക്കണുള്ളൂ. അങ്ങനെ ചിക്കിങ്ങിന് 8 പോയിന്റ് കിട്ടി. എന്നാലും KFC തോപ്പിക്കാൻ കഴിഞ്ഞില്ല. സോ അതുകൊണ്ട് അവാർഡ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് KFC തന്നെയാണ്. അടുത്തത് പിസ്സ ഹട്ട് ആയിരുന്നു. അവിടെ ചെന്ന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റം ചോദിച്ചപ്പോഴത്തേക്കും ഏറ്റവും കലോറി കുറഞ്ഞൊരു പിസ്സ നമുക്ക് തന്നിട്ടുണ്ട്. ചിക്കൻ ടിക്ക സുപ്രീം.
ഇതാണ് നമ്മുടെ ഹെൽത്തി പിസ്സ. ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ കഴിച്ചത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പിസ്സ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പിസ്സ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് കഴിച്ചതായിക്കോ? ആരെ വീഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു? ഉപയോഗിക്കാറില്ല. ഞാനും ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാ, അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാ. ചേട്ടനെ വേണ്ട. പിസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ 1.5 കൊടുക്കുന്നുള്ളൂ. പിന്നെ ഹെൽത്തിയുടെ കാര്യത്തിൽ പിസ്സ എങ്ങനെ ഹെൽത്തി ആവാനാ? അതുകൊണ്ട് ഹെൽത്തിന്റെ കാര്യത്തിൽ 2 കൊടുക്കുന്നു. 398 രൂപ, അതായത് 400 രൂപ. ഞാൻ കഴിച്ചു പോയിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രൈസിന്റെ കാര്യത്തിലും ഞാനൊരു 2.5 കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പിസ്സ ഹട്ടിന് 6 പോയിന്റ്. അതിന് നമ്മുടെ കേസിയുടെ കയ്യിൽ നിന്ന് അവാർഡ് തട്ടിയെടുക്കാൻ പറ്റിയില്ല. അടുത്തത് ഡോമിനോസ്. അവിടെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള പിസ്സ നമുക്ക് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറാണ് നമുക്ക് ഈ ഫുഡ് കൊണ്ട് തന്നത്. അപ്പം എന്തോ തോന്നുന്നുണ്ട്, ഈ പിസ്സ ഫസ്റ്റ് അടിക്കാൻ തോന്നുന്നുണ്ടോ? ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ ഫസ്റ്റ് അടിക്കുമല്ലേ? ഉറപ്പല്ലേ? താങ്ക് യു. ഓക്കെ. അപ്പോൾ ഗൈസ്, ഡൊമിനോസിൻ്റെ പിസ്സ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഡൊമിനോസിൻ്റെ ഹെൽത്തി പിസ്സ. എൻ്റെ പൊന്നോ, തിരിച്ചുകൊണ്ട് നാക്കുള്ളിൽ പോയാനെ. ഓ, ദിസ് ഇസ് വേ മോർ ബെറ്റർ ദാൻ മറ്റേ പിസ്സ ഹട്ട്. മറ്റേ പിസ്സ ഹട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് വൃത്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ടോപ്പിങ്സും കാര്യമൊന്നും ഇട്ടിട്ടില്ല. ഹെൽത്തി ആക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തേക്കുന്നത്. ടേസ്റ്റിൻ്റെ ബേസിലാണെങ്കിൽ അത്യാവശ്യം കൊള്ളാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3 കൊടുക്കാം ടേസ്റ്റിൻ്റെ ബേസിസിലാണെങ്കിൽ. അല്ലാതെ ഹെൽത്തിൻ്റെ ബേസിസിലാണെങ്കിൽ അതിനൊരു 3 കൊടുക്കാം. അപ്പോൾ നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിലും അഫോർഡബിൾ ആണ്. സോ ഒരു 3 കൊടുക്കാം. അങ്ങനെ ഡൊമിനോസിന് 9 പോയിന്റ്സ് കിട്ടി. പക്ഷെ നമ്മുടെ KFC തകർക്കാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. അടുത്തത് വാവ് മൊമോസ്. അവിടെ നമുക്ക് വേണ്ടി ഒരു ഹെൽത്തി ഫുഡ് കാത്തിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കാൻ സാധ്യതയുണ്ടോ? ഫസ്റ്റ് അടിക്കുന്ന വേറെ സാധനം അത് കഴിഞ്ഞു പോയല്ലേ? അതാണ് ഇത് ഇല്ലെങ്കിൽ ഫസ്റ്റ് അടിച്ചേനല്ലേ? എന്നാലും ഫസ്റ്റ് അടിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ഫുഡ് മേടിച്ചുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരു ഹായും പറഞ്ഞിട്ട് നമ്മൾ നേരെ കാറിലേക്ക് പോയി. നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് വാവ് മൊമോസ്. ഇത് പൊട്ടിച്ചില്ലെങ്കിൽ KFC തന്നെ ഫസ്റ്റ് അടിക്കും. എനിക്കിതിൽ പ്രതീക്ഷയുണ്ട്. അവർ പറഞ്ഞ് അവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു പോയിരുന്നു. മൊമോസ്, മഞ്ഞ കളറിലെ മൊമോസ്. ഒരു മൊമോസ് എടുത്ത് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ മുക്കുക. ഹെൽത്തിയാണ്, ഇത് കലോറി കുറവാണ്, സ്റ്റീംഡ് ആണ്, ഉള്ളിൽ പ്രോട്ടീൻ ഉണ്ട്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ടേസ്റ്റ് വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 4 സോളിഡ് 4 കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്തി വെച്ച് നോക്കുകയാണെങ്കിൽ അതും സോളിഡ് 4 കൊടുക്കാൻ പറ്റും. വില വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞത്, ഇന്ന് കഴിച്ചത് ഏറ്റവും വില കുറഞ്ഞത് ഇതാണ്. 169 രൂപയേ ഉള്ളൂ. അപ്പം അതിന് സോളിഡ് 4.5 കൊടുക്കാൻ പറ്റും. ടോട്ടൽ 444. 4 × 3 12.5. അതായത് വാവ് മൊമോസ് ജയിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ 12.5 മാർക്കുമായി KFC വെട്ടി വാവ് മൊമോസ് ജയിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വാവ് മൊമോസ് കപ്പടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കള്. ഇന്നത്തെ സമ്മാനം ഇത് വാവ് മൊമോസിനുള്ളതാണ്. സോ ഇത് നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം. അത് നമുക്കൊരു അവർ തന്നെ പാക്കറ്റിലാക്കിയിട്ട് ഫുഡ് കൊള്ളത്തില്ല നമുക്ക് റിട്ടേൺ ചെയ്യുമോ അതുകൊണ്ട് കൊണ്ട് കൊടുക്കാം. ബ്രോ നിങ്ങളുടെ ഫുഡ് കൊള്ളത്തില്ല, നിങ്ങൾക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുക്കുക. എന്തുമായിരിക്കും അവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. ബ്രോ നിങ്ങളുടെ ഫുഡിന് എന്തൊരു കുഴപ്പമുണ്ടോ നോക്കി? അത് നിങ്ങളുടെ ഫുഡാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്കാണ് ഫസ്റ്റ് ഇട്ടേക്കുന്നത്.
ഫസ്റ്റ് അടിക്കുന്നല്ലേ? ഞാൻ വിശ്വസിച്ചില്ല, എന്നാലും ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. ഏറ്റവും അഫോർഡബിളും ഹെൽത്തിയും ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടേതാണ്. അവരാകെ ഷോക്കായിപ്പോയി ഫുഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോൾ. പ്രൈസ് കിട്ടിയപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ അവരുടെ നല്ല ഫുഡിന് വേണ്ടി ചെറിയൊരു ടിപ്പും കൊടുത്ത് വീഡിയോ അവസാനിപ്പിച്ചു. സബ്സ്ക്രൈബ്.